മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്നത് സർക്കാർ മാറിയതോടെ വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിന് ജീവൻ വെക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, അതായത് 2016 ആയിരുന്നു VS അച്യുതാനന്ദൻ ഈ മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള വലിയ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെട്ടത് എങ്കിൽ പോലും പിന്നീട് ഈ അധികാരത്തിലിരുന്ന, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ 2 ടേമുകൾ, ആ 2 ടേമുകളിൽ ഏറ്റവും കൂടുതൽ പിണറായി വിജയനുമായി സൗഹൃദം പുലർത്തുകയും പിന്തുണ നൽകുകയും ഒക്കെ ചെയ്ത ഒരാൾ ആണ് വെള്ളാപ്പള്ളി നടേശൻ. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലടക്കം എന്നതാണ് UDF ഒരിക്കലും അധികാരത്തിൽ വരില്ല, LDF ആണ് അധികാരത്തിൽ വരൂ എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞ ആളാണ്. 90 സീറ്റൊക്കെ ലഭിക്കുകയാണെങ്കിൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം താൻ രാജിവെക്കുമെന്നൊക്കെ പറഞ്ഞ ആൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശനെതിരായി മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിൽ കാര്യമായ അന്വേഷണ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഭരണം മാറിയത് എന്നത് മാത്രവുമല്ല, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം ഇങ്ങനെ ഇഴയുന്നത് എന്ന ചോദ്യം കൂടി ഉയരുന്നു. കാരണം ഗൗരവമേറിയ ആരോപണങ്ങൾ ആണ് നിലനിൽക്കുന്നത്. മൈക്രോ ഫിനാൻസ് കേസിൽ ഏതാണ്ട് 70ഓളം കേസുകൾ ആണ് അന്വേഷണ പരിധിയിൽ ഉള്ളത്. അതിങ്ങനെ ഒച്ചിഴയുന്ന വേഗത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നത് കോടതിക്ക് അതൃപ്തി ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിൽ കോടതിയും താക്കീത് നൽകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്കെതിരായ അന്വേഷണത്തിന് ജീവൻ വെക്കുമോ എന്നതാണ്. ഭരണം മാറുമ്പോൾ അത് വെള്ളാപ്പള്ളി നടേശന് വലിയ തലവേദനയായി മാറുന്നുണ്ടോ എന്നതാണ്. നേരത്തെ തന്നെ VM സുധീരൻ ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക്, സർക്കാരിന് ചില അന്വേഷണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിരുന്നു എന്ന വിവരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊക്കെ ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. സജിത്തുണ്ട്. സജിത്ത്, നമുക്കറിയാം നിരവധിയായ കേസുകൾ ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട്, അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ വലിയ പൊളിറ്റിക്കൽ സ്വഭാവമുണ്ട്. ഇത് ഒരു സാമ്പത്തിക ക്രമക്കേടാണ്. അത് ചെറിയ ക്രമക്കേടൊന്നുമല്ല, ഏതാണ്ട് 15 കോടിയുടെ തട്ടിപ്പ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ആ കേസിൽ കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായിരുന്ന ഒരു നിസ്സംഗത അത് മാറുന്നു എന്ന സൂചനയാണോ ഇപ്പോൾ ലഭിക്കുന്നത് സജിത്ത്? ായിട്ടും അഭിലാഷ്, വളരെ പ്രധാനം, സർക്കാർ സംസ്ഥാനത്തെ ഭരണമാറ്റം സംഭവിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാവി എന്ത്, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇനി എന്ത് എന്ന സ്വാഭാവികമായ ചോദ്യം ഉയരുകയാണ്. അതിനിടയിലാണ് സർക്കാരിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടാവുന്നത്. ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന നിരീക്ഷണം കഴിഞ്ഞ 10 വർഷമായി ഈ കേസിൻ്റെ മെല്ലപ്പോക്കാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അറിയാനുള്ള കാര്യം, ഇപ്പോൾ ആദ്യ കേസിൽ വയനാട് യൂണിയൻ ഉൾപ്പെടുന്ന ഈ ആദ്യ കേസിൽ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു. ഇനി അത് കോടതിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. തീരുന്നില്ല, 70ഓളം വരുന്ന മറ്റ് കേസുകളുണ്ട്. അതായത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിൽ ഇനി വേഗത്തിൽ ബാക്കി നടപടിക്രമങ്ങൾ നടക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രോസിക്യൂഷന് അനുമതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. ആ പ്രോസിക്യൂഷൻ അനുമതിയുടെ നടപടിക്രമങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഈ കേസിൻ്റെ സങ്കീർണതകളും നിയമ നടപടികൾക്കും അപ്പുറം അതിൻ്റെ അകത്തെ രാഷ്ട്രീയം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുമായി വലിയ ബന്ധം സൂക്ഷിക്കുന്നു. അത് കേന്ദ്ര സർക്കാരാവട്ടെ, സംസ്ഥാനത്ത് 10 വർഷം ഭരിച്ച CPM നേതൃത്വവുമായും പിണറായി വിജയനുമായൊക്കെ അടുത്ത ബന്ധമായിരുന്നു. ഈ ബന്ധത്തിൻ്റെ കാരണം വെള്ളാപ്പള്ളി തൻ്റെ കേസുകളിൽ മെല്ലപ്പോക്ക് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വെള്ളാപ്പള്ളിക്കെതിരെ ഒരു നീക്കം ഉണ്ടാവരുത് എന്നൊരു മുൻകരുതലിൽ ബന്ധം കൊണ്ടുപോയിരുന്നു എന്നാണ് സൂചന. പക്ഷേ സംസ്ഥാനത്ത് ഭരണമാറ്റം സംഭവിക്കുന്നു. ഭരണമാറ്റത്തിൽ VD സതീശനെതിരെ നേരിട്ട് ഏറ്റുമുട്ടിയിരുന്ന വ്യക്തി കൂടിയാണ് മുഖ്യമന്ത്രിക്കെതിരെ അന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ. ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. സ്വാഭാവികമായും ഇനി എന്ത് നീക്കം എന്ന ചോദ്യമാണ്. അവിടെ മറ്റൊരു കാര്യം കൂടി പ്രസക്തമാവുന്നത്, മുഖ്യമന്ത്രിയല്ല ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയിലുള്ളത്, മറിച്ചത് രമേശ് ചെന്നിത്തലയാണ്. ആലപ്പുഴ ജില്ലക്കാരനാണ്, വെള്ളാപ്പള്ളിയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് മുമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരുകളിൽ നിന്ന് ഒരു ഫേവർ കിട്ടിയിരുന്നുവെങ്കിൽ ആ ഫേവർ ഇനി തുടരുമോ? അത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എടുക്കാൻ പോകുന്ന നിലപാട് ഇക്കാര്യത്തിൽ എന്താവും? അതിനുമപ്പുറം കോടതി ഒന്നുകൂടി കടുപ്പിച്ചാൽ സർക്കാരിന് ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് എടുക്കേണ്ടി വരില്ലേ എന്ന നിരവധി ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ അതിൽ വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട്, വലിയ തുടർ നീക്കങ്ങൾക്ക് വിധേയമാവുന്ന കാര്യം കൂടിയാണ്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ പ്രസ്താവന പ്രധാന ആയുധമാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉന്നയിച്ചതാണ് UDF, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ. അതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫേവർ ചെയ്തു കൊടുക്കുന്നതിനോട് UDFിലെ മറ്റ് ഘടകകക്ഷികൾക്കും ഒട്ടും താല്പര്യമുണ്ടാവില്ല. അപ്പോൾ ഈ കേസിൻ്റെ ഭാവി എന്ത് എന്ന പ്രസക്തമായ ചോദ്യം കൂടി ഉയരുകയാണ്. 2016 VS അച്യുതാനന്ദൻ തുടങ്ങിവെച്ച നിയമ നടപടികളാണ് ഇങ്ങനെ 10 വർഷങ്ങളായി മെല്ലപ്പോക്കിൽ നിൽക്കുന്നത് എന്നാണ് സാഹചര്യം.
സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടി ഒന്നുകൂടി നിലപാടുകൾ ശക്തിപ്പെടുമെന്ന് കരുതാം, പുതിയ നീക്കമുണ്ടാവുമെന്ന് കരുതാം. വെള്ളാപ്പള്ളിക്കെതിരായ നിയമ നടപടികൾ ഉണ്ടായാൽ അതിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതും ഏറെ പ്രസക്തമായ കാര്യമാണ്. യെസ്, അതാണ്. അതായത് ഭരണം മാറിയിരിക്കുന്നു. ഭരണം മാറിയ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ നിലപാടുകൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി CPM-ന് എന്ന് CPM-നകത്ത് നിന്ന് തന്നെ ഉയരുന്ന വിമർശനമുണ്ട്. ഈ മലപ്പുറം പരാമർശം ഒക്കെ അത്തരത്തിൽ CPM-ന് തിരിച്ചടിയായി എന്ന് പറയുമ്പോൾ പോലും വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്നൊരു നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് ആ കാലഘട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ മാറി VD സതീശനാണ്. VD സതീശനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് എന്നതാണ്. പക്ഷേ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, ഒരു സാമുദായിക സംഘടനയുടെ നേതാവ് എന്ന നിലയിലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സൗഹൃദം പുലർത്താനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ ഇത് ഗൗരവമേറിയൊരു കേസാണ്. കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം വിമർശനം ഉയർന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി വെള്ളാപ്പള്ളി നടേശന് എതിരായ കേസുകളിൽ വേഗത കൈവരിക്കുമോ എന്നത് നമുക്ക് കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.